യെസ്, ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ജപ്പാനെതിരെ ബ്രസീൽ പിന്നിലാണ്. 29-ാം മിനിറ്റിൽ സാനു കൈഷു ആണ് ജപ്പാനായി ആ ഗോൾ നേടിയത്. അക്ഷയ് മോഹൻ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അക്ഷയ്, ബ്രസീൽ ഫാൻസ് എല്ലാം വലിയ നിരാശയിലാണ്. കാരണം ഒരു വലിയ മത്സരം, ഒരു തീ മത്സരം എന്ന് തന്നെ പറയാം. പക്ഷേ അതിൽ ബ്രസീൽ ആദ്യം ഗോളടിക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ ഫാൻസിന്റെ. അതപ്പാടെ മാറുന്നു. ജപ്പാൻ ഒരു ഗോളിന് മുന്നിലാണ്. എന്താണ്, ഏത് രീതിയിലാണ് കളിയെ ഈ നിമിഷം വരെ, കളി തുടങ്ങിയ ശേഷം ഈ നിമിഷം വരെ വിലയിരുത്താൻ കഴിയുക? ഈ റൗണ്ട് ഓഫ് 32 ഷെഡ്യൂൾ വന്ന സമയം മുതൽ തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. അതിലേറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിലൊന്ന് ജപ്പാൻ ബ്രസീൽ പോരാട്ടമായിരിക്കും. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന കാഴ്ച. ഇത് ഒന്നാം പകുതി അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പോലും കരുത്തരുട്ട രണ്ട് ടീമുകൾ കളിക്കുന്ന അതേ ഒരു ഫീലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യം തുടക്കം ആദ്യത്തെ 10 മിനിറ്റ് അക്ഷരാർത്ഥത്തിൽ ബ്രസീലിൻ്റെ ഏകാധിപത്യം തന്നെയായിരുന്നു ഗ്രൗണ്ടിൽ കണ്ടത്. ജപ്പാന് ബോൾ പോലും കൈവശം വെക്കാൻ അനുവദിക്കാതെ അതിവേഗം ജപ്പാന്റെ ഗോൾമുഖം ലക്ഷ്യമാക്കി ആക്രമിക്കുന്ന കാനറികളെയാണ് ആദ്യത്തെ 10 മിനിറ്റിൽ കണ്ടത്. പക്ഷേ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം കാര്യങ്ങൾ മൊത്തം ഉൾട്ടയായി പോയി. ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട് 29-ാം മിനിറ്റിൽ ജപ്പാൻ ആദ്യത്തെ ഗോൾ നേടുന്നു. സാനു കൈഷു ആണ് ആ ഗോൾ നേടിയത്. ഒരു കൗണ്ടറിൽ നിന്നാണ് ആ ഗോൾ വന്നത്. ബോക്സിന് തൊട്ട് പുറത്ത് വെച്ച് ഷോട്ട് നിലം പറ്റിയുള്ള ഒരു കിടൽ ഫിനിഷ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ബ്രസീൽ ഒരിക്കലും ആ സമയത്ത് അവർ ഗോൾ നേടുമെന്ന് ബ്രസീൽ ആരാധകരും ബ്രസീലും ഒരിക്കലും പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒന്നാം പകുതി അവസാനിപ്പിക്കും ഇതുവരെ ഗോൾ തിരിച്ചടിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല. ഇനി 45 മിനിറ്റ്, ഇനിയൊരു ആദ്യ പകുതി അവസാനിക്കാറായി. ഇനിയിപ്പോൾ ഗോൾ തിരിച്ചടിക്കാനുള്ള എല്ലാ അണിയറയിലെ ആയുധങ്ങളെല്ലാം എടുത്ത് പോരാടുന്ന ബ്രസീലിനെ നമുക്ക് നമുക്കറിയാം, വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരം, ബ്രസീലിന്റെ ആദ്യ മത്സരം, മൊറോക്കോയും എതിരെയുള്ള ആദ്യ മത്സരം തൊട്ട് എല്ലാ ഫാൻസും അല്ലെങ്കിൽ ഫുട്ബോളിനെ പ്രേമിക്കുന്ന എല്ലാവരും പറഞ്ഞത് ഇതല്ല ബ്രസീൽ ടീം എന്ന് പറയുന്നത്, ഇതല്ല യഥാർത്ഥത്തിൽ ബ്രസീലിന്റെ കളി എന്ന് പറയുന്നത്, അത് ഈ വേൾഡ് കപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ആദ്യ മത്സരത്തിൽ തന്നെ പറഞ്ഞതാണ്. പിന്നീട് ആ കളിയിലേക്ക്, ആ മികവിലേക്ക് തിരികെ വരുന്ന ബ്രസീൽ നമ്മൾ കണ്ടു. പക്ഷെ അങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരുന്നു ബ്രസീലിന്റെ മികവ് എന്നുള്ളതാണ്. ഏറ്റവും ക്രൂഷ്യലായ ഈ നോക്കൌട്ട് റൗണ്ടിൽ ഇതുപോലെയാണ് കളിയെങ്കിൽ ഇനി കൂടുതൽ ഗോളുകൾ വഴങ്ങുമോ എന്ന സംശയവും ബാക്കിയാവാണ്. അപ്പോൾ എവിടെയാണ്, ഏത് മേഖലയിലാണ് ബ്രസീലിന് ഒരു പിഴവ് സംഭവിക്കുന്നത്? ആദ്യത്തെ മത്സരത്തിൽ ഈ ലോകകപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ മൊറോക്കോക്കെതിരെ 1-1 സമനിലയാണ് ബ്രസീൽ വഴങ്ങിയത്. പലതരത്തിലുള്ള പോരായ്മകൾ, ഫിനിഷിങ്ങിലും മിഡ്ഫീൽഡിലും അടക്കം പലതരം പോരായ്മകൾ തുറന്നു കാട്ടുന്ന ഒരു മത്സരമായിരുന്നു ആദ്യത്തേത്. അതിനുശേഷം രണ്ടാമത്തെ മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം ബ്രസീലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അവസാന കളി സ്കോട്ട്ലൻഡിനെതിരെ നല്ല രീതിയിൽ പഴയ അതേ താളത്തിൽ കളിക്കുന്ന ബ്രസീലിനെ കണ്ടു. അപ്പോൾ ബ്രസീലൊരു തിരിച്ചുവരവാണെന്ന് ആരാധകരാകെ പ്രതീക്ഷിച്ചു. പക്ഷേ അതൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള മത്സരമാണ് നിലവിൽ ഇതുവരെ ജപ്പാനെതിരെ കാണാൻ സാധിച്ചത്. അവർക്ക് ലഭിച്ച ആദ്യം 14 മിനിറ്റിൽ തുടർച്ചയായ 2 അവസരങ്ങൾ അവർക്ക് ലഭിച്ചെങ്കിലും ഫിനിഷിങ്ങിലെ പിഴവ് മൂലം അവർക്കത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആയിട്ടില്ല. പക്ഷേ ഇനിയും സമയമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മുന്നേറ്റത്ത് കളിക്കുന്ന വിനീഷ്യസ് ജൂനിയറും അതോടൊപ്പം മത്തിയാസ് കുഞ്ഞിയുമൊക്കെ മികച്ച ഫോമിലാണ്. 4 ഗോൾ നേടി വിനീഷ്യസ് ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ 2ാം സ്ഥാനത്തുണ്ട്. കുഞ്ഞി അതുപോലെ 3 ഗോൾ അടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ മുന്നേറ്റ നിര സ്ട്രോങ് ആണ്. പക്ഷേ അവർക്ക് ഇതുവരെ ജപ്പാനെ വിറപ്പിക്കുന്ന രീതിയിലൊരു മുന്നേറ്റം ഇതുവരെ മുന്നോട്ട് പുറത്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് മുന്നോട്ട് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് പൂർത്തിയായിട്ടുണ്ട്. 45 മിനിറ്റും പിന്നീട് ഒരു ആഡ് ഓൺ 45 മിനിറ്റും പ്ലസ് ഒരു 4 മിനിറ്റ് അഡീഷണൽ ഇഞ്ചുറി ടൈം കൂടി കിട്ടി. അങ്ങനെ ആ ഫസ്റ്റ് ഹാഫ് പൂർത്തിയാവുമ്പോൾ ഒരു ഗോളിന് ബ്രസീൽ പിന്നിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.